Welcome. Some important adjustments like calls in arrears, share forfeited account, security premium reserve, miscellaneous expenditure, pre-operative expenses. So ഈ ഐറ്റത്തിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്, എവിടെയാണ് കാണിക്കുക എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ മണി നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. സപ്പോസ് 10 റുപ്പീസ് കോൾ മണി ഉണ്ടെങ്കിൽ അതിൽ 5 റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 5 റുപ്പീസ് പെർ ഷെയർ നമുക്ക് ഇനിയും കിട്ടാനുള്ളതാണ്, അരിയറാണ്. സോ ഈ ഒരു അരിയർ വരുന്ന സമയത്ത് നോർമലി ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലാണ് ഈ ഒരു കോൾസ് ഇൻ അരിയർ കാണിക്കുക. സോ ഇറ്റ് ഈസ് ഷോൺ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇൻ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഹെഡിൽ, അതായത് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി എന്നുള്ള പോർഷനിൽ വരുന്ന ഷെയർ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുക കോൾസ് ഇൻ അരിയർ. അടുത്തത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. നമുക്കറിയാം എന്താണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻസ് കാരണം ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് നമ്മൾ അവർക്ക് അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഷെയർസ് തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിനെയാണ് ഷെയർ ഫോർഫീറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പം ഇതുവരെ ഓൾറെഡി അവർ അടച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യില്ല, നോൺ റീഫണ്ടബിൾ ആണ്. സോ ആ ഒരു എമൗണ്ട്, റീഫണ്ട് ചെയ്യാത്ത എമൗണ്ട്, ആ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നു. ഓക്കെ, ഈ ഷെയർസ് വീണ്ടും നമുക്ക് റീഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ദെൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഇത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. സാധാരണ റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹണ്ടറിലാണ് ഈ ഒരു സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള ഐറ്റം കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ. മിസലേനിയസ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് എക്സെട്ര. ഇങ്ങനെയുള്ള കേസിലൊക്കെ എമൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് നമുക്ക് എഴുതി തള്ളാൻ പറ്റും. പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ എഴുതി തള്ളാൻ പറ്റും. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതർ എക്സ്പെൻസസ് എന്നുള്ള കാറ്റഗറിയിൽ കാണിക്കും. റൈറ്റ് ഓഫ് ചെയ്യാത്ത ബാക്കി ബാലൻസ് അതർ നോൺ കറൻറ്റ് അസറ്റ്സ്, അതായത് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതർ നോൺ കറൻറ്റ് അസറ്റ് എന്നുള്ള ഹെഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ദെൻ പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസസും ഇതുപോലെ തന്നെ നമ്മൾ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഇനീഷ്യൽ എക്സ്പെൻസസ് ആണ്. ദീസ് എക്സ്പെൻസസ് ആർ ചാർജ്ഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അണ്ടർ ദ ഹെഡ് അതർ എക്സ്പെൻസസ് എന്നുള്ള കാറ്റഗറിയിൽ കാണിക്കുന്നു. ഓക്കെ, ദെൻ അതർ യൂഷ്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, closing stock, prepaid expenses, outstanding expenses, accrued income, income received in advance, depreciation, provision for depreciation, bad debt, provision for discount on creditors, provision for bad and doubtful debts, provision for discount on debtors, implied adjustments of interest on loan. നമുക്ക് ഓരോ ഐറ്റം നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക്. ജനറലി ക്ലോസിംഗ് സ്റ്റോക്ക് ആർ ഗിവൺ അണ്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എവിടേക്കാണ് കാണിക്കുക? അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണിക്കുമ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും വരണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും. സോ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അണ്ടർ ദ ഹെഡ് ചേഞ്ച് ഇൻ ഇൻവെൻറ്ററീസ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് നോട് കൂടെ ആഡ് ചെയ്തിട്ട്, ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ നമ്മൾ പർച്ചേസസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ട് കാണിക്കും. ആ ഒരു കാൽക്കുലേഷൻസിൽ നമുക്ക് എവിടെ വരുന്നുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയും കൂടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റ്സ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ കാണിക്കുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരിക. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് വിച്ച് റിമെയിൻ അൺപെയ്ഡ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്, അത് ലയബിലിറ്റിയാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരിക. സോ അതിനെ നമ്മൾ എവിടെയും കൂടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അതേസമയം ഇത് കറൻറ്റ് ലൈബിലിറ്റി, അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ള ഹെഡിലാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ കാണിക്കേണ്ടത്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒരു അസറ്റാണ്, അതായത് പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി മുൻകൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസറ്റ്സ് എന്നുള്ള ഹെഡിലാണ് ഇത് വരുന്നത്. അടുത്തത് അക്രൂഡ് ഇൻകം.
Accrued income means the income earned but not received by the end of the accounting period. That is, accrued income should be added to the concerned income in the notes. It should be shown in the statement of profit and loss. Accrued income ഒരു നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള ഇൻകമാണ്. സോ ഇൻകം ഏൺഡ് മുൻകൂട്ടി കൊടുത്തതല്ല, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, നമുക്കിനി കിട്ടാനുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതായത് ഇനിയും കിട്ടാനുണ്ട് ആ ഇൻകം. അങ്ങനെ വരുന്ന സമയത്ത് ആ ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസേൺഡ് ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും കിട്ടാനുള്ള ഇൻകം നമ്മളെ സംബന്ധിച്ചൊരു അസറ്റാണ്. സോ അത് കറൻറ്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടുന്ന ഇൻകം. നമ്മൾ മുൻകൂട്ടി കിട്ടിയ ഇൻകം നമ്മളെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ്. സോ മുൻകൂട്ടി കിട്ടിയ ഇൻകത്തിനെ ഓൾറെഡി ഉള്ള ആ ഇൻകത്തിൽ നിന്നും നമ്മൾ കുറച്ച് കാണിക്കുന്നു. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം ആൻഡ് അത് നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നു ബാലൻസ് ഷീറ്റിൽ. ദെൻ ഡിപ്രീസിയേഷൻ. Depreciation means a decrease in the value of fixed asset due to wear and tear, passage of time, obsolescence, etc. So depreciation should be shown under the head depreciation and amortization. Statement of profit and loss amortization എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ആ കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. Then provision for depreciation. The total provision for depreciation should be deducted from the original cost of asset in the notes to accounts shown in the non-current asset. അതായത് ഫിക്സഡ് അസറ്റിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഫിക്സഡ് അസറ്റിൻ്റെ ആ കാൽക്കുലേഷനിൽ നമ്മൾ ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുക.